ശബരിമല അന്വേഷണത്തിൽ സർക്കാരിന് കൂടുതൽ സ്വാതന്ത്ര്യം വേണമെന്ന ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ശബരിമലയെ സംബന്ധിച്ച കോടതിയെ അറിയിക്കുന്നത് മന്ത്രിസഭ ചർച്ച ചെയ്യും. നിലവിലുള്ള അവസ്ഥ എന്താ വെച്ചാൽ ചാർജ് ഷീറ്റ് ഇതുവരെ കൊടുത്തിട്ടില്ല. SIT ഇതുവരെ ചാർജ് ഷീറ്റ് കൊടുത്തിട്ടില്ല. ഞങ്ങൾക്കാണെങ്കിൽ വേറെ അന്വേഷണം പ്രഖ്യാപിക്കാനും നിവൃത്തിയില്ല. അതുകൊണ്ടാണ് ഞാൻ ചില പരാമർശങ്ങൾ നടത്തിയത്. എന്ന് വിചാരിച്ച് ഞങ്ങളാരും കോട്ടലക്ഷ്യം നടത്തുന്നവരല്ല. പക്ഷേ പറയാതെ ഇരിക്കാൻ നിവൃത്തിയില്ല. ഇത്രയൊരു കൊള്ള കൺമുമ്പിൽ നടന്നിട്ട് അന്വേഷിക്കാൻ കഴിയാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ സർക്കാരിനെ സംബന്ധിച്ച് വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഒന്നുകിൽ നടപടികൾ ത്വരിതപ്പെടുത്തുക. അത് കോടതി ഇടപെട്ടാലേ പറ്റൂ. ഞങ്ങൾക്ക് SITയുടെ മേലെ ഒരു നിയന്ത്രണവുമില്ല. ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടെന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഞങ്ങളെങ്ങനെ ഇടപെടും? ഇടപെട്ടാൽ കോട്ടലക്ഷ്യമാവും. ഇപ്പോൾ ഇങ്ങനെ ചാർജ് ഷീറ്റ് കൊടുക്കാൻ വൈകിയാൽ ഓരോ ദിവസവും കട്ടവർ തെളിവ് നശിപ്പിക്കും. ഇപ്പം കക്കാൻ പിടിക്കാനായിട്ടുള്ളവർക്ക് തെളിവ് നശിപ്പിക്കാനും പറ്റും. അതിലവർക്ക് ദൗർഭാഗ്യവശാൽ അതിന് സമയം കിട്ടിയവർ. ഹൈക്കോടതിയുടെ മേൽനോട്ടമല്ല, സംസ്ഥാന സർക്കാരിന് കുറച്ചൊരു സ്വാതന്ത്ര്യം. തെറ്റ് ചെയ്തതിനെ കണ്ടുപിടിച്ച് ശിക്ഷിക്കാനുള്ള അവകാശം ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് വേണം. ഞങ്ങൾ അതാണ് ആവശ്യപ്പെടുന്നത്. ശരി എന്നാ. അല്ല, ഞങ്ങൾ അതിൻ്റെ നിയമവശങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ക്യാബിനറ്റിൽ അത് സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നു. ക്യാബിനറ്റ് ചർച്ച ചെയ്യണമല്ലോ. കാരണം ഇത്രയും ഒരു പ്രമാദമായിട്ടുള്ള വിഷയം വരുമ്പോൾ ക്യാബിനറ്റ് വിഷയം ചർച്ച ചെയ്യണം. ചർച്ച ചെയ്യപ്പെടും. തദ്ദേശ ഫണ്ട് വെട്ടിക്കുറച്ചതിനെക്കുറിച്ച് മുഖ്യമന്ത്രിയോട് ചോദിക്കണമെന്ന് മുരളീധരൻ വ്യക്തമാക്കി. തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തുന്ന ആശുപത്രികളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന തരത്തിൽ സർക്കാർ ഫണ്ട് വെട്ടിക്കുറച്ചതിനെക്കുറിച്ച് മുഖ്യമന്ത്രിയോട് ചോദിക്കണം. മറ്റു വകുപ്പുകളുടെ കാര്യത്തിൽ ഞാൻ ഇടപെടാറില്ല. ആരോഗ്യവകുപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുവെന്നും മുരളീധരൻ പറഞ്ഞു. ആശുപത്രികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശമ്പളത്തിനോ മരുന്നിനോ ഒരു കുറവ് ഞങ്ങൾ വരുത്തിയിട്ടില്ല. ഞങ്ങൾ അവർക്ക് ശമ്പളവും അതുപോലെ തന്നെ മരുന്ന് ഞങ്ങൾ ഉറപ്പാക്കി. അത് ഞങ്ങൾ കൊടുക്കേണ്ട ഫണ്ട് ഞങ്ങൾ കൃത്യമായി കൊടുക്കും. അത് മുഖ്യമന്ത്രിയാണ് ഇതിനെക്കുറിച്ച് മറുപടി പറയേണ്ടത്. മുഖ്യമന്ത്രിയോട് ചോദിച്ചാൽ മതി. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. ഞാൻ മറ്റു വകുപ്പുകളുടെ കാര്യങ്ങളിൽ അധികം ഇടപെടാറില്ല. അതെ. ഇല്ല, കിഫ്ബിയുടെ ഓൺഗോയിങ് ഫണ്ടിനെ ഒന്നും തടസ്സപ്പെടുത്തില്ല. കിഫ്ബിയുടെ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫണ്ടും ഞങ്ങൾ ഡിസ്റ്റർബ് ചെയ്യില്ല എന്ന് ആദ്യ ക്യാബിനറ്റിൽ തന്നെ തീരുമാനിച്ചത്. പുതിയതായിട്ട് ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച് മാത്രമേ തീരുമാനം എടുക്കാൻ ബാക്കിയുള്ളൂ. കിഫ്ബിയുടെ നിലവിൽ പോകുന്ന ഇതൊക്കെ വർക്ക് ഏതാണ്ട് ഒരുപാട് മുന്നോട്ട് പോയി കഴിഞ്ഞു. ആ ഫണ്ടുകളൊന്നും ഞങ്ങൾ ഡിസ്റ്റർബ് ചെയ്യില്ല. UTV ന്യൂസ്, പാലക്കാട്.